പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, പ്രകൃതിയുടെ നാഥനും ജീവജലത്തിൻ്റെ ഉറവിടവുമായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൃപാസന മാതാവിൻ്റെ മധ്യസ്ഥതയിൽ നമുക്ക് വരാം. കഠിനമായ വേനൽ ചൂടിൽ ഭൂമി ദാഹിച്ചു വലയുകയാണ്. ജലസ്രോതസ്സുകൾ വറ്റുകയും കൃഷിയിടങ്ങൾ കരിയുകയും മനുഷ്യരും മൃഗങ്ങളും ചൂടാൽ കഷ്ടപ്പെടുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ കരുണയുള്ള മേഘങ്ങൾ പെയ്യാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർമ്മൽ മലമുകളിൽ വെച്ച് മഴയ്ക്കായി 7 തവണ മുട്ടുകുത്തി പ്രാർത്ഥിച്ച ഏലിയ പ്രവാചകനെ നമുക്ക് ധ്യാനിക്കാം. പ്രാർത്ഥനയുടെ ഫലമായി ആകാശത്ത് ചെറിയ മേഘം പ്രത്യക്ഷപ്പെടുകയും വലിയ മഴ പെയ്യുകയും ചെയ്തു. ഇസ്രായേൽ ജനത്തിൻ്റെ ദാഹം മാറ്റിയ ദൈവം ഇന്നും ജീവിക്കുന്നു. കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞിൻ്റെ കുറവ് പരിഹരിച്ച പരിശുദ്ധ അമ്മ ഇന്ന് നമ്മുടെ ഭൂമിയിലെ ജലത്തിൻ്റെ കുറവ് കണ്ട് ഈശോയോട് അപേക്ഷിക്കട്ടെ. കൃപാസന മാതാവേ, സൂര്യതാപമേറ്റ് വരണ്ടുണങ്ങിയ ഞങ്ങളുടെ മണ്ണിലേക്ക് അങ്ങയുടെ നയനങ്ങളെ തിരിക്കണമേ. കാർമേഘങ്ങളെ അയച്ച് ഭൂമിയിലേക്ക് അനുഗ്രഹത്തിൻ്റെ മഴ പെയ്യിക്കണമേ. വറ്റി വരണ്ട പുഴകളും തോടുകളും കിണറുകളും ജലസമൃദ്ധമാകട്ടെ. ചൂട് മൂലം ബുദ്ധിമുട്ടുന്ന രോഗികൾക്കും കുഞ്ഞുങ്ങൾക്കും പ്രായമായവർക്കും ഈ മഴ ആശ്വാസമാകട്ടെ. പ്രകൃതിയിലെ സകല ജീവജാലങ്ങൾക്കും ദാഹം തീർക്കാൻ അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. അമ്മേ, കഠിനമായ വേനലിൽ കരിഞ്ഞു പോകുന്ന കൃഷിയിടങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർഷകരുടെ കണ്ണുനീരും അധ്വാനവും വ്യർത്ഥമാകരുതേ. കൃഷിക്ക് ആവശ്യമായ കുളിർമയും ഈർപ്പവും മണ്ണിൽ നിലനിർത്തണമേ. വന്യമൃഗങ്ങൾ വെള്ളത്തിനായി നാട്ടിലിറങ്ങി അപകടങ്ങൾ സംഭവിക്കുന്നത് തടയണമേ. സൂര്യാഘാതം പോലുള്ള അപകടങ്ങളിൽ നിന്ന് പുറം ജോലി ചെയ്യുന്നവരെ കാത്തുകൊള്ളണമേ. ചൂടുമൂലം പടർന്നു പിടിക്കുന്ന രോഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ നാടിനെ സംരക്ഷിക്കണമേ. പ്രപഞ്ചത്തിൻ്റെ പാലകെ, മനുഷ്യൻ്റെ സ്വാർത്ഥത മൂലം പ്രകൃതിക്കുണ്ടായ ആഘാതങ്ങളിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. വനനശീകരണവും ജലസ്രോതസ്സുകളുടെ മലിനീകരണവും വഴി ഞങ്ങൾ വരുത്തിവെച്ച വിനകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഓരോ തുള്ളി വെള്ളവും സൂക്ഷിച്ചുപയോഗിക്കുവാനും പ്രകൃതിയെ സംരക്ഷിക്കുവാനുമുള്ള വിവേകം ഞങ്ങൾക്ക് നൽകണമേ. വരും തലമുറയ്ക്കായി ഭൂമിയെ പച്ചപ്പോടെ നിലനിർത്താൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ മഴ കേവലം ഒരു പ്രകൃതി പ്രതിഭാസമല്ല, മറിച്ച് ദൈവത്തിൻ്റെ കാരുണ്യമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയട്ടെ. കൃപാസന മാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വർഗത്തിലേക്ക് എത്തിക്കണമേ. അങ്ങയുടെ അനുഗ്രഹത്താൽ മഴ ഉടൻ പെയ്യുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഭൂമി കുളിർക്കുന്നതിനോടൊപ്പം ഞങ്ങളുടെ ഹൃദയങ്ങളും ദൈവകൃപയാൽ കുളിർക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അമ്മയുടെ പ്രത്യേക അനുഗ്രഹവും ദൈവത്തിൻ്റെ സംരക്ഷണവും എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.